കിട്ടുന്നില്ല ആക്രിസാധനം. ഇന്ന് കിട്ടുന്നില്ല. ഇന്ന് ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തെങ്കിലും അല്ല ഞാൻ എന്തെങ്കിലും അതനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് വരാം. അല്ല ഉള്ളിലോട്ട് കയറി ക്ലിയർ ചെയ്തോളാം. പെട്ടെന്ന് സ്പീഡിൽ വിലയെടുപ്പുള്ള സാധനം മാത്രം എടുക്കുക. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഏത് വീട്ടിൽ ഞാൻ സിഗ്നലുകാർ പറയല്ലോ, ഹലോ ഹലോ ആഗ്ര ഐറ്റംസ് എന്തുണ്ട്? ഇരുമ്പ്, സ്റ്റീല്, അലുമിനിയം, പിത്തള, ചെമ്പ്, പഴയ വിളക്കുകൾ, പഴയ ഫാന്, ടേബിൾ ഫാന്, സീലിംഗ് ഫാന്, പിന്നെ വേറെ കുക്കർ ഐറ്റംസ്, മിക്സി, എല്ലാ ഐറ്റംസും തിരികെ എടുക്കാം. ന്യൂസ് പേപ്പർ ഉണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്, വീക്കിലി ഉണ്ട്, എല്ലാ ഐറ്റംസും തിരികെ എടുക്കാം. ഒരു മിനിറ്റ് മതി മേഡം. അല്ല എനിക്ക് ഒരു മിനിറ്റ്, അല്ല ഞാൻ തന്നെ പുറത്ത് എടുത്തോളാം. എനിക്ക് ഒരു മിനിറ്റ് സമയം മതി. പറഞ്ഞില്ലേ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല ഒരു മിനിറ്റ് മതിയല്ലോ. ഒരു മിനിറ്റ് ആയാലും അര മിനിറ്റ് ആയാലും ഇവിടെ ആക്കില്ല. അത് ഒരു ഐറ്റംസും ഉണ്ട്. ആഗ്രഹില്ലെന്നല്ല, എനിക്കിപ്പോ സത്യം പറഞ്ഞ എനിക്കിപ്പോ സമയമില്ല. അല്ല ഞാൻ പിറക്കി എടുത്തോളാം. നമുക്ക് ഒരു മിനിറ്റ് മതിയല്ലോ. നിങ്ങളെ കണ്ടാലേ അറിയാൻ എടുക്കുന്ന ആളാണെന്ന്. നിങ്ങൾ പൊക്കോ, ചുമ്മാ ഇല്ലേ. അല്ല ഇപ്പൊ ആക്രി ഞാൻ ഷോപ്പിൽ തന്നെ വരുന്നതാണ്. ആക്രി സാധനത്തിന് ഇപ്പൊ നല്ല ഡിമാൻഡ്, നല്ല വിലയാണ്. എല്ലാ ആക്രി ഐറ്റംസും നല്ല വിലയാണ്. ഉള്ളതെന്തെങ്കിലും മതി. അല്ല സൈക്കിളൊക്കെ ആക്രിക്ക് എടുക്കും. സൈക്കിളെ ആക്രിക്ക് എടുക്കും മേഡം. സൂക്ഷിച്ചു കണ്ടുമൊക്കെ നിൽക്കി കേട്ടോ. അവിടെ ഇവിടെയും തട്ടുവേ. സൈക്കിളെ നല്ല വിലയുണ്ട്. ഈ സൈക്കിളോട് എടുത്ത് നിങ്ങൾ അടിക്കും. എന്റെ മോന്റെ സൈക്കിളാ. അവൻ വന്നാലുണ്ടല്ലോ ഇതെടുത്ത് ഇങ്ങനെ മണ്ടക്കിട്ട് അടി തരും. അല്ല 800 രൂപ വിലയുണ്ട്. അയ്യോ 800 അല്ല, 800 കോടി പറഞ്ഞാലും ഞാൻ തരില്ല. ഇരുമ്പിന് നല്ല വിലയുണ്ട്. ഇരുമ്പിന്. അയ്യോ നിങ്ങൾ ഇത് എന്തൊക്കെ കണ്ടുപിടിക്കുന്നു? അല്ല ഇത് കണ്ണില്ലേ, ഇരുമ്പിന് നല്ല വിലയുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പഴയ തുണി എടുക്കുവോ? ഇഷ്ടംപോലെ ഓട്ടം വീണ ഷഡ്ഡികൾ കിടക്കുന്നു, എടുക്കുവോ? പഴയ തുണികൾ എടുക്കുവോ? അതാണെങ്കിൽ വലിയ ഉപകാരമാണ്. ഇഷ്ടംപോലെ പഴയ തുണികൾ വാരിക്കെട്ടി വെച്ചിരിക്കുന്നു. ഈ ആക്രി മാത്രം നിങ്ങൾ എന്തിനാ എടുക്കാൻ വരുന്നത്? നിങ്ങൾ നല്ല വില തരും. ഒത്തിരി വാഗണ്ട് പറയും കാര്യത്തോടെ എടുക്കുന്നത്. ഇതൊക്കെ അപ്പൊക്കെ എടുക്കും. ഹലോ 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 കയറി വന്നോളേ. ഇവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ കേട്ടാ, ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. കയറി വന്നോളി പെട്ടെന്ന് വന്ന്. ഏതാ ആ സൈഡിലെ എനിക്ക് ഫീവറാണ്, പനിയാണ്, എനിക്ക് സമയമില്ല. ഹോസ്പിറ്റലിൽ പോണം, കുട്ടിയെ വിളിക്കാൻ പോണം. ഒന്ന് വേണമെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോ. അല്ല എനിക്ക് 4 സൈഡും ചെക്ക് ചെയ്യണം. എന്തോ ചെക്ക് ചെയ്യാന്? വീടിന്റെ ഇവിടെ ക്യാമറ വെക്കാൻ വന്നോ ചെക്ക് ചെയ്യാൻ? അല്ല ഇരുമ്പ്, സ്റ്റീൽ, അലുമിനിയം, പിത്തള, ഇല്ല. ഇപ്പൊ ഉള്ളതൊക്കെ പറക്കി എടുക്കാം. എനിക്ക് സമയമില്ല, പനി കൊണ്ട് നിക്കാൻ വയ്യ. അതെ ഒരു മിനിറ്റ് മതി. അപ്പൊ ആ സൈഡ് നോക്കിയില്ല, അപ്പുറം സൈഡില്ലേ ഞാൻ നോക്കിയിട്ട് വരാം. അല്ല എനിക്കല്ലേ അറിയാവോ ഏതൊക്കെ സാധനം. അല്ല ആക്രിക്കടയില്ലേ ഏതൊക്കെ സാധനം. എനിക്ക് കൊച്ചിനെ വിളിക്കാൻ പോണം, ആശുപത്രിയിൽ പോണം. അല്ല ഞാൻ ഇവിടെ കൊണ്ട് നോക്കിയിട്ട് ഇവിടെ കൊണ്ടിടട്ടെ. ഇവിടെ 4 സൈഡ് നോക്കിയിട്ട്. അല്ല ഞാൻ എടുത്തോളാം, ഞാൻ നോക്കി എടുത്തോളാം. ഇല്ല ഞാൻ പറഞ്ഞോളാം. ഞാനേ
പറക്കി എടുത്തോളാം. പെട്ടെന്ന് എടുക്ക്. കറക്കിയിട്ടിട്ട് പൊക്ക വേറെ ദിവസം വേറെ ആർക്കും കൊടുക്കത്തില്ല. ഇയാൾക്ക് തന്നെ തരാം. അതെ, എനിക്ക് ഈ രണ്ട് സൈഡും കൂടി ചെക്ക് ചെയ്യാം. 1 മിനിറ്റ് പറഞ്ഞു. ഓ, ഇയാളെ കൊണ്ട് തോട്ടില്ല. എല്ലാം പെട്ടെന്ന് പറക്കി. എല്ലാം പെട്ടെന്ന് പറക്കി. ജനൽ എന്തിനാ തുറക്കുന്നത്? അടച്ചിട്ട്. ഏതാ ഇയാൾ എങ്ങോട്ടാ വന്നത്? ജനൽ എന്തിനാ തുറക്കുന്നേ? ജനൽ തുറന്നതല്ല, ആ, നെറ്റിയിൽ വന്ന് തട്ടാതിരിക്കാൻ വേണ്ടി ഒതുക്കി മാറ്റി. നേരത്തെ കമ്പി ഒന്ന് തട്ടി. ഭയങ്കര ഭയങ്കര അത് പറഞ്ഞു. എനിക്ക് മോനെ വിളിക്കണം, ഹോസ്പിറ്റലിൽ പോകണം. അയാളോട് പറഞ്ഞ് ഒന്ന് സീരിയസ് മനസ്സിലാക്കുക. പനി വിളിക്കാതെ ഇതെല്ലാം ഇപ്പൊ ഉള്ളിൽ കയറണ്ട. ഇതേ ബാക്ക് സൈഡ് നോക്കിയില്ല, ഒന്ന് വരൂ. ബാക്കിലും ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയാം. അല്ല, ഇപ്പൊ എല്ലാം ഈ കൂടെ വീടിന്റെ ബാക്ക് സൈഡ് 1 മിനിറ്റ് വന്നാൽ മതി. ബാക്ക് സൈഡ് അല്ല, 1 മിനിറ്റ് വന്നാൽ മതി. എന്തെന്നോ ചേടാ ഇതൊന്നും അല്ല, 1 മിനിറ്റ് വന്നാൽ മതി. ആ സൈഡും കൂടെ എനിക്ക് പ്രശ്നം തരുന്നല്ലോ. വീട്ടിൽ ഇയാള് പറയുന്നത് കേൾക്കാൻ നിൽക്കുവാണോ? ഒന്നും പോയേ. അല്ല, എനിക്ക് 1 മിനിറ്റ് മതിയല്ലോ. ഇവിടെ അങ്ങോട്ടൊന്നും പോവാതെ. പക്ഷെ ഇയാളെ കൊണ്ട് തോറ്റല്ലോടെ. അതിവിടെ വീട്ടു ജോലിക്കാരൻ വരുമ്പോ കൊടുക്കുന്ന അവര് കഴിക്കുന്ന പാത്രങ്ങൾ അങ്ങോട്ട് വാ. എനിക്ക് ഒച്ച എടുത്ത് സംസാരിക്കാൻ വയ്യ. വാ, നെഞ്ചുവേന എടുക്കുന്ന ഇയാളോട് പറഞ്ഞാൽ മനസ്സിലാക്കാം. അല്ല, ഇരുമ്പൊന്നും കിട്ടിയില്ല. ഇരുമ്പുള്ളതൊക്കെ മതി. ഇനി കിച്ചണിൽ കയറി നോക്കണ്ടേ? അലുമിനിയം, സ്റ്റീല്. കിച്ചൺ ഇയാൾ നോക്കണ്ട. ഇയാൾ ഇതിന് വിലയിട്ടാൽ മതി. അല്ല, ഇത് ഇപ്പൊ വിലയിടാനായില്ലല്ലോ. ഇത് അലുമിനിയം സ്റ്റീലും കൂടി കിട്ടിയെങ്കിലേ. അലുമിനിയം അതിന്റെ വില പറഞ്ഞു തന്നാൽ മതി. അല്ല, അലുമിനിയം സ്റ്റീലും കൂടി കൊണ്ടാൻ നോക്കൂ. ഒന്ന് പുറത്തു പാടോ. ഇയാളെന്താ ഇഞ്ഞ തേടി കയറി ആക്രി വറക്കാൻ വന്നിട്ട് വീട്ടിന്റെ നട ഇഞ്ഞ കയറി വരുന്നത്? അല്ല, സ്റ്റീൽ അലുമിനിയം. അല്പം പോലും മര്യാദ ഇല്ല ഇയാൾക്ക്. അല്ല, സ്റ്റീൽ അലുമിനിയം കുക്കർ. ഒരു കുക്കറും ഇല്ല. ഇയാളെ എടുത്ത് വെക്കാൻ എനിക്ക് സമയമില്ല. പിന്നെ പഴയ ടിവി, പറയുന്നൊന്നും മനസ്സിലാക്കണം. ടേബിൾ ഫാൻ. എനിക്ക് വയ്യ, ഒച്ച എടുത്ത് സംസാരിക്കാൻ വയ്യ. ഇയാൾ തൽക്കാലം അത് വേണമെങ്കിൽ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ പൊക്കോ. പൊട്ടിയ കസേര കിട്ടിയില്ല. പൊട്ടിയ കസേര, പൊട്ടിയ ബക്കറ്റ്, ഒന്ന് പോ. പൊട്ടിയ കസേര. കുറെ പഴയ തുണിയുണ്ട്, അത് വേണമെങ്കിൽ കൊണ്ടുപോയി തോല കൊണ്ടുപോകുക. അതിനെന്ത് ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ പൈസ തരാം. ഇഷ്ടംപോലെ തുണി കെട്ടി വെച്ചേക്കും. ഒന്ന് കൊണ്ടുപോകും. ആക്രി കടയിലെ ആക്രി ഷോപ്പിൽ എടുക്കത്തില്ല. ഞാൻ ഷോപ്പിൽ നിന്ന് വരുന്നത് നല്ല വില തരാം. ഇത് കസേരയും കൊണ്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പുറത്തിറങ്ങി. അല്ല, പിടിക്കപ്പെട്ടാൽ പ്രശ്നമില്ല. പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന എടുത്തോണ്ട് ഇറങ്ങി. ആദ്യം മുകളിൽ കയറി പോയി സ്റ്റെപ്പ് പഠിക്കട്ട് മുകളിൽ കയറി. നിങ്ങൾക്ക് എനിക്കറിയാന്നുള്ള വീഡിയോ പെട്ടെന്ന് കയറി പോയി എല്ലാം എടുത്ത് പറക്കി എടുത്തോണ്ട് പോയി. കയ്യിൽ കിട്ടുന്ന വിലപിടിപ്പുള്ള മാത്രം എടുത്താൽ മതി. ചുമ്മാ സമയം കളയല്ലേ. വിലപിടിപ്പുള്ള മാത്രം. ശരി, ഞാൻ എല്ലാം എടുത്ത് പെറുക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് വന്നേക്കാം കേട്ടാ. ഓക്കെ. ഹലോ, നല്ല രീതിയിൽ പിടിക്കണമായിരുന്നു. എടോ, ഇതിന്റെ വില ഇട്ടിട്ട് ഭാര്യ അതെ മേഡം. കിലോ 85 രൂപയുണ്ട്. സ്റ്റീല് 75 രൂപയുണ്ട്. എനിക്ക് പനിയാടെ ഹോസ്പിറ്റലിൽ പോണൂടെ. എനിക്ക് സംസാരിക്കാൻ വയ്യ. അയാൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകും. അല്ല, ഇത് വില പറയാനായില്ലല്ലോ. എന്തോ ആയില്ല. വില പറയാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ലല്ലോ. എനിക്ക് നീ അലുമിനിയം സ്റ്റീൽ. എന്നാ ഒരു കാര്യം ചെയ്യും, അടുത്തൊരു ദിവസം വരാൻ പൊക്കോ. എനിക്ക് സമയമില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു മിനിറ്റ് മതി. കിച്ചണിലെ ആ സാധനം കൂടി കിട്ടിയാൽ മതി. സ്റ്റീല് അലുമിനിയം. ഇങ്ങനെ എന്റെ പൊന്നും ഞാൻ എന്തോ പറയണേ. ഇയാള് പോ. എനിക്ക് തലവേദന എടുക്കും. പൊട്ടിയ കസേര ബക്കറ്റ് ഒന്നും കിട്ടിയില്ല.
ഇതിനകത്ത് പിന്നെ സ്വർണ്ണ ചെയിൻ എന്തെങ്കിലും കഴിച്ച് വെച്ച് കുളിക്കാൻ പോകും മറന്നതാണ്. നോക്കണം. എല്ലായിടത്തും പെട്ടെന്ന് പോയി. ഇവിടെ ഞാൻ ഇവിടെ തള്ളി ചെയിൻ അഴിച്ചെടുക്കും. ഒരു 8-10 ദിവസത്തേക്കായി ഒരു 4-5 വീട് കിട്ടിയെങ്കിൽ എന്ത് മൈര് അറിയണം. വേറെ ഒന്നും കിട്ടിയില്ലേ? ഇങ്ങനെ എന്തുവാണ് ഇങ്ങനെ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിട്ട് എടുക്കണം.